പ്രൊഫസർ ടി.കെ. ചന്ദ്രശേഖരൻ സാറിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ മിക്കവാറും എല്ലാ മെമ്പർമാർക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. പുതുതായിട്ടുള്ള ആർക്കെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സാറിനെ പറ്റി പറയാം. He was an alumni of Calicut Medical College, joined at Calicut Medical College in 1969 as the 13th batch of MBBS. After completion of MBBS in 1974, he did his DGO from Jipmer Pondicherry and MD General Medicine from Calicut Medical College, 84 to 86. And up to 1995, he had worked in various government hospitals at Kannur and Kozhikode and Wayanad. And 1995 joined at Pediatrics Medical College on deputation and worked as the HOD of General Medicine. He was working as professor and HOD of General Medicine at the time of his death. He was a caring physician, loved and respected by all his patients. And he took a keen interest in teaching and academics and considered as one of the best teachers at Pediatrics Medical College. And he was meticulous in all his academical and activities. And he's married to Dr. Asha, professor of ophthalmology at Pediatrics Medical College. Madam is our active senior member. And plus with son, Dr. Mr. Naveen, he's an engineer at Air Traffic Control, Mumbai. And Ashwin, software engineer, Bangalore. Thank you. Next is introduction of the Anybody want to speak a few words about TKC? Sir, parayanda. Respected President, Secretary, and Dr. Manoj. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല ഞങ്ങൾ. കാരണം TKC ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഈ മീറ്റിങ്ങിനുള്ള വിചാരം. കാരണം ആസ് എ സയൻറ്റിഫിക് കമ്മിറ്റി ചെയർമാൻ മാത്രമല്ല, എപ്പോഴും സ്പീക്കർ ഇല്ലെങ്കിലും അദ്ദേഹം ആ കടമ നിറവേറ്റുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ കാലിക്കറ്റ് പെരിയാർ മെഡിക്കൽ കോളേജിൽ നിന്ന് അഞ്ചുപ്ലാശി കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീടും TKCയുടെ വീട് അടുത്തടുത്താണ്. അപ്പം ഞങ്ങൾക്ക് അന്നൊരു ബിസിനസ് ക്ലബ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മീറ്റിങ്ങിന് വരുന്ന എന്നെ കൂട്ടണമെന്ന്. അപ്പം മീറ്റിങ്ങിന് പോയി വഴിക്ക് വെച്ചിട്ടും വരുന്ന അവസരത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഓണം. ആ ഓണം കഴിഞ്ഞിട്ടാണ് TKC ചെന്നൈയിൽ പോകുന്നതും ഇത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. പിന്നെയുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നു. അപ്പോൾ 1990 മുതലുള്ള എല്ലാ AP കോൺഫറൻസിനും ഞാനും TKCയും ഉണ്ണികൃഷ്ണനും കൂടി ഒന്നിച്ച് പോകുമായിരുന്നു. 3-ാം ദിവസം ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. അപ്പോൾ എല്ലാ കോൺഫറൻസിനും പങ്കെടുക്കും, എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ സയൻറ്റിഫിക് സെഷനിലും ഒക്കെ കഴിയുന്നത്ര പങ്കെടുക്കും. കൂടാതെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു താമസിക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞ് ചില സ്ഥലങ്ങളിലൊക്കെ കാണാനും പോകും. അങ്ങനെയുള്ള ഒരു കൊല്ലത്തിൽ ഒരു 4-5 ദിവസം ഞങ്ങൾ ഒന്നിച്ചിട്ട് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ 90 മുതലാണെന്ന് തോന്നുന്നു TKCയായിട്ട് പരിചയപ്പെടുന്നത്. ഒരു അസാമാന്യമായ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ മനുഷ്യത്വം, പടിപടിയായിട്ടാണ് TKC ഉയർന്ന് ഈ പെരിയാർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും HOD ഒക്കെ ആയത്. ഒരു പ്രാവശ്യം അദ്ദേഹം എന്നെ ഒരു DNP, എന്നെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, DNP ക്ലാസ് തുടങ്ങുകയായിരുന്നു അവിടെ. ആ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു എന്താ പറയുക ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം എന്നെയും വിളിച്ചു, ഞാനും പോയി. അപ്പോൾ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ മേലെയായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക. അല്ലാണ്ട് എനിക്ക് ഒരുപാട് അക്കാഡമിക് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് ഒരാളെ ചോദ്യം ചെയ്തിട്ട് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുള്ള ആളൊന്നുമല്ലല്ലോ. പക്ഷെ ആ സ്നേഹബന്ധവും ആ അടുപ്പവും ആ
വിട്ടുമാറാത്ത ഒരു പ്രിയമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ടി കെ സി സ്പോർട്സ്മാനാണ്. അദ്ദേഹത്തിൻ്റെ തൈപ്പുറം കടൽക്കറുത്ത് മാസത്തിലല്ല 2 ആഴ്ച കൂടുമ്പോൾ മെഡിക്കൽ ക്യാമ്പ് നടത്തുമായിരുന്നു. ആ ഭാഗത്തുള്ളവർക്ക് അദ്ദേഹം എത്രമാത്രം പ്രിയങ്കരനായെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരം അവിടെ എത്തിച്ചപ്പോഴും പിന്നീടുണ്ടായ അവിടുത്തെ ഇളക്കങ്ങളും കൊള്ളക്കങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ കണ്ടതാണ്. അപ്പം ഒരു പ്രദേശത്തെ ആകമാനം സ്നേഹിച്ചും കീഴടക്കിയും കൊണ്ട് പെരിയാരത്ത് മാത്രമല്ല നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ അസാമാന്യമായ പാടവത്തോടു കൂടി ഉള്ള ഒരു ക്ലിനീഷ്യനായിരുന്നു, ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. കൂടുതലാണെന്ന് പറയുന്നില്ല, മനോജിനെ കൂടുതലായിട്ട് അറിയായിരിക്കും ടി കെ സിയെ പറ്റിയിട്ട്. മനോജ് അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരുപാട് വിവരിക്കും. എങ്കിലും ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ നമ്മുടെ ഇടയിൽ നിന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിൽ ഒരു നെരിപ്പോട് പോലെ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു. Next is introduction of the speaker by the secretary. Today we have an eminent speaker for TK Chandrasekhar Memorial Oration here, Dr. Manoj Narayanan, who is a life member of Kannur IMA and is familiar to most of the members gathered here. I have immense pleasure to introduce Dr. Manoj Narayanan, sir, to this great audience. Dr. Manoj Narayanan belongs to 17th Bench MBBS Calicut Medical College, and since 1982 onward, he joined at Government Health Service and worked at various hospitals at Kannur, Kasaragod and Wayanad, from the post of medical officer to the post of district medical officer, and retired on 2011 as chief consultant in pediatrics. From 2012 onwards, Dr. Manoj sir working at Wayanad Moopen's Medical College, and currently he is the medical superintendent and professor of pediatrics at Moopen's Medical College, Wayanad. Dr. Manoj is married to Dr. Ms. Ranjini, who is a strong supporter to all of his activities. Madam is here, and blessed with a son who is a research wing chief at Scanray Health, and a daughter is working as assistant professor of anesthesia at Safdarjung Hospital, Delhi. ഞാൻ മനോജ് സാറിൻ്റെ കീഴിൽ അസിസ്റ്റന്റ് സർജനായിട്ടും ജൂനിയർ കൺസൾട്ടൻ്റ് ആയിട്ടൊക്കെ ജില്ലാ ആശുപത്രിയിൽ വർക്ക് ചെയ്ത ആളാണ് ഞാനും. ആ കാലഘട്ടം വളരെ സന്തോഷകരമായ ഒരു കാലഘട്ടമായിരുന്നു. സാറിൻ്റെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും ഒന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു TKC മെമ്മോറിയൽ ഒറേഷന് വേണ്ടിയിട്ട് സാറിനെ ക്ഷണിച്ചപ്പോൾ തന്നെ സാറ് യാതൊരു മടിയും കൂടാതെ അപ്പോൾ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ വളരെ സ്നേഹത്തോടെ ഞാൻ സാറിനെ ഈ ടോക്കിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യും. Respected President IMA Kannur Branch, Dr. Suresh, Secretary Dr. Raj Mohan, most respected senior members and colleagues of the profession and IMA Kannur, other colleagues, ladies and gentlemen. എങ്ങനെ തുടങ്ങണം എന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം IMA കണ്ണൂരിലെ ഒരു ലൈഫ് മെമ്പറാണ്. കഴിഞ്ഞ 10 വർഷങ്ങളോളമായി, 11ാമത്തെ വർഷമാണ് വയനാട്ടിൽ. ഒരു തവണയാ മറ്റേ അതിനിടയിൽ ഒരിക്കൽ ഇവിടെ വന്ന ഒരു ഓർമ്മയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വീണ്ടും ഒരു ഹോം കമ്മിങ്, അതിനുള്ളൊരു അവസരം ആണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ രാജ്മോഹൻ വിളിച്ചപ്പോൾ ഉണ്ടായത്. അങ്ങേയറ്റം സന്തോഷമുണ്ട്. I feel that I have been honored, and thanks from my heart of hearts. യാതൊരു കാരണവശാലും പോകാതിരിക്കരുത് എന്ന് രഞ്ജിനി പറയുകയും ചെയ്തു. മാത്രമല്ല, ഈ ഒക്കേഷൻ ഡോക്ടർ TKC മെമ്മോറിയൽ ഒറേഷൻ, ഞാൻ ഡോക്ടർ രാജ്മോഹനോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഓർക്കുകയാണ്. ഇതെനിക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല, ആവില്ല എന്ന് പറയാൻ പറ്റുകയില്ല. മിഡ് വീക്ക് അവിടെ നിന്ന് വിട്ടുവരാൻ കുറച്ചൊരു അസൗകര്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും I'll make sure that I'll be there. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ
TKC യെ കുറിച്ച് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും വേറെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. ഊണിലും ഉറക്കിലും എന്ന് പറയാവുന്നത് പോലെ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, ഞാൻ സ്പെഷ്യാലിറ്റി ബേസ്ഡ് പീഡിയാട്രിക് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. I'll touch upon something which is general, which we all might or must be feeling as something is required at times. അപ്പോഴും ഞാൻ അതിൻ്റെ വാട്ട് ഷാൽ ബി ദി ടൈറ്റിൽ ഓർ ദി ക്യാപ്ഷൻ, എന്താണ് വിഷയം എന്ന് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. വീണ്ടും കുറെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലൊരു ക്യാപ്ഷൻ എൻ്റെ മനസ്സിൽ വന്നത്. അപ്പൊ എല്ലാവർക്കും പ്രകൃതി രമണീയമായ കാലാവസ്ഥ കൊണ്ട് അവിടെ ചെന്നുപെട്ടാൽ ഒരിക്കലും തിരിച്ചു വരാൻ തോന്നുകയില്ല എന്ന് എന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന വയനാടിൽ നിന്നുള്ള ആശംസകൾ. ഞാൻ തുടങ്ങാം. So, remembering Dr. TKC. ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോസിന് വേണ്ടി സെർച്ച് ചെയ്തു. പിന്നെ ഇതിന്റെ ഫ്ലയർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഫോട്ടോ കിട്ടിയത്. ഞാനത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഐ ഹാഡ് സം അതർ ഫോട്ടോ വിച്ച് വാസ് ടേക്കൺ സം ടൈം ഡ്യൂറിങ് 2001 ഐ തിങ്ക്. ഞങ്ങൾ ഇവിടുന്ന് IMA KGMA കണ്ണൂരാണെന്ന് തോന്നുന്നുണ്ട് ഒരു ഗോവ ട്രിപ്പ് നടത്തിയിരുന്നു. ആ സമയത്ത് എടുത്ത ഒരു ഫോട്ടോ ആണ്. പക്ഷെ അത് ആ ഫോട്ടോ കുറച്ചൊരു ലൈറ്റർ വെയിനിലുള്ള ഫോട്ടോ ആണ്. ബട്ട് സ്റ്റിൽ ദാറ്റ് ടെൽസ് അപ്പോൺ ദി പേഴ്സണാലിറ്റി ഓഫ് ഡോക്ടർ TKC. അതിന് പകരമാണ് ഞാൻ ഈ ഫോട്ടോ അതിൽ ചേർത്തത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ ഒരു വേഷത്തിലും ആ അവസരത്തിനൊത്ത് മാറാൻ അദ്ദേഹത്തിലുള്ള ആ ഒരു മനസ്ഥിതി വെളിവാക്കി തന്ന ഒരു കാര്യമായിരുന്നു അത്. ഞങ്ങളുടെ ബാച്ച് 2017 കുറെ പേരുണ്ട്. ഡോക്ടർ മുകുന്ദൻ, ദേവി, മൈഥിലി, ബേബി, നരേന്ദ്രൻ, വഹാബ്, അങ്ങനെ കുറെ പേര് ആ ബാച്ചിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അപ്പൊ ഒരു സീനിയർ സ്റ്റുഡൻറ്, ഹി മസ്റ്റ് ഹാവ് ബീൻ ഫൈനൽ ഇയർ അറ്റ് ദാറ്റ് ടൈം. ഞങ്ങൾ 17th ബാച്ച്, 13th ബാച്ച്. ആ കാലഘട്ടത്തെ കുറിച്ച് അന്ന് കോഴ്സ് ചെയ്ത എല്ലാവർക്കും അറിയാം ആദ്യ ദിനങ്ങളിലെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത്. അതായത് ഇന്നത്തെ തലമുറയോട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ തോന്നാത്ത തരത്തിലുള്ള സ്വീകരണമാണ് ആദ്യത്തെ ഏകദേശം ഒരു മാസം 1.5 മാസത്തോളൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ സമയത്ത് വൈകുന്നേരങ്ങളിൽ കുറച്ച് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഒരുക്കി തന്നത് TKC അടക്കമുള്ള അന്നത്തെ അവിടുത്തെ ഫുട്ബോൾ ടീം മെമ്പേഴ്സ് ആയിരുന്നു. അപ്പൊ അന്നുണ്ടായിരുന്ന ഒരു ചോദ്യം ഓർത്തു കഴിഞ്ഞാൽ, എല്ലാ വാക്കുകളും ഞാൻ പറയുന്നില്ല, സഭ്യതരമല്ല എന്നുള്ളത് കൊണ്ടല്ല, അങ്ങനെയാണെങ്കിൽ പോലും. എവിടുന്നാ വരുന്നത്? SN കോളേജിൽ നിന്നാണ്. കണ്ണൂർ SN. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ചാമ്പ്യൻസ് ആണ്, കേരള ലെവലിൽ തന്നെ ഫുട്ബോൾ കണ്ണൂർ SN എന്ന് പറഞ്ഞാൽ. അപ്പം നീ കളിക്കൂലേ? കളിക്കും. എന്നെ പോലെ കളിക്കുന്ന എത്ര ആളുണ്ടാവും? അപ്പം പിന്നെ കുടുങ്ങിയില്ലേ? 1000 പേരോളൊക്കെ ഉണ്ടാവും. അപ്പൊ നീ 1000-ൽ ഒരുവനാണല്ലേ? അന്നൊരു MGR പടമുണ്ട് 1000-ൽ ഒരുവൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദിവസേന വൈകുന്നേരം ക്ലാസ് ഒക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ അൾട്രാ സീനിയേഴ്സ് ആണ് TKC അടക്കമുള്ളവർ. വിളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ഒരു 6-6:30 മണി വരെ ഗ്രൗണ്ടിൽ സുഖമായിട്ട് മറ്റുള്ള തലവടലുകളും സ്വീകരണങ്ങളും മറ്റൊന്നും ഇല്ലാതെ രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കി തന്ന അതിൽ പ്രമുഖനാണ് ഡോക്ടർ TKC. ആ സമയത്തുള്ളൊരു മെന്റർഷിപ്പ് കൂടി അദ്ദേഹത്തിൽ നിന്ന് കിട്ടി. ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഈ തരത്തിൽ ആയി വരാനുള്ള ഒരു മെന്റർഷിപ്പ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓർക്കാനുള്ള മറ്റൊരു കാര്യം. എത്രമാത്രം ഒരു ടീം പ്ലെയർ ആണ് ഡോക്ടർ TKC എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് മാത്രം പറയാം, 1-2 മാത്രം. കോഴിക്കോട് ജില്ലാ ലീഗിൽ മെഡിക്കൽ കോളേജ് A ഡിവിഷനിൽ വെച്ച് തുടങ്ങിയതാണ് കുറെ മുമ്പേ. ഞങ്ങളൊക്കെ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് B ഡിവിഷനിലാണ്. C ഡിവിഷൻ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഫിനിഷ് ചെയ്യുമ്പോഴേക്ക് 78-79 കാലമാകുമ്പോഴേക്ക് D ഡിവിഷനിലേക്ക് പോയ ഏറ്റവും ആദ്യത്തെ ടീം നമ്മുടെ ടീമായിരുന്നു. അങ്ങനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ട്. അപ്പോൾ ഒരു തവണ ലീഗിൽ കളിക്കാൻ പോയപ്പോൾ
ആകെ 6 ആളേ ഉള്ളൂ. 7 ആളില്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ കഴിയില്ല, അതോടെ അതിൽ നിന്ന് സ്ക്രാച്ച് ചെയ്യും. അവിടെ പോയാലുള്ള ഗുണം കളിക്കാം, ലീഗ് ചാമ്പ്യൻസ് ആവാനൊന്നും വേണ്ടിയല്ല, ഫ്രീ പാസ് കിട്ടും. സ്റ്റേഡിയത്തിൽ അത് സെയ്റ്റ് നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റോ വേറെ സന്തോഷ് ട്രോഫിയോ അല്ല, അന്ന് വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് വന്ന വിമൻസ് ക്രിക്കറ്റ് ടീമിനുമായിട്ടുള്ള ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് കളി ഉണ്ടായിരുന്നു. അതിനടക്കം ഫ്രീ പാസ് അത് സ്റ്റേഡിയത്തിൽ കളിച്ചാൽ കിട്ടും. അതായിരുന്നു അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അങ്ങനെ 6 ആളായി നമ്മളിപ്പോൾ പെട്ടിയും തൂക്കി വരാന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ്, അന്ന് എനിക്ക് തോന്നുന്നത് TKC അവിടെ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴോ മറ്റോ നമ്മളെ കളി കാണാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടി വന്നതാണ്. 7 ആള് വേണം ഗ്രൗണ്ടിൽ ഇറങ്ങണമെങ്കിൽ, ടോട്ടൽ 11. ഉടനെ കുപ്പായം അഴിച്ച് അവിടെ ലഭ്യമായിട്ടുള്ള ഒരു ജേഴ്സിയും ഇട്ട് TKC ഇറങ്ങി. ഇതിലെ നമ്മൾ ഔട്ടാവുമായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ ഒരു വശം. ഇനി ഇതേ ടീം സ്പിരിറ്റ് എല്ലാവർക്കും പരിചയമുള്ളതാണ്. കുറച്ചു നേരത്തെ ഞങ്ങൾ അത് അയവിറക്കുകയുണ്ടായി. ഡോക്ടർ PKG കൂടി അത് പറയുകയുണ്ടായി. അതായത് IMA കണ്ണൂരിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത് ന്യൂട്രൽ എന്ന് തോന്നിക്കുന്ന തരത്തിൽ പോയിക്കൊണ്ടിരുന്ന ആൾ ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ശക്തമായ തീരുമാനം എടുക്കുകയും അങ്ങനെ അതുവരെ ഇല്ലാതിരുന്ന സസ്പെൻഷൻ വീണ്ടും വീണ്ടും വാങ്ങിയെടുക്കുകയും ചെയ്ത അദ്ദേഹമാണ് TKC. അപ്പൊ സ്വന്തം ഇമേജ് രക്ഷിക്കാനും ഇതിലൊന്നും ഇടപെടാണ്ട് പോകാനും മതി എന്നായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ അതായിരുന്നു സാധ്യമാവുക. അപ്പൊ അതിനെയും മറികടന്നുകൊണ്ട് ആ ശരിയുടെ കൂടെ നിൽക്കാനുള്ള ആ ഒരു മനസ്ഥിതി, അതും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം പഠിപ്പിച്ചു തന്ന ഒരു പാഠമാണ്. ആസ് എ കൊളീഗ് ഇൻ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റ്, അവിടെയും എൻ്റെ ടീച്ചറായിട്ട് അദ്ദേഹം വർത്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നത് 90കളുടെ ആരംഭകാലത്ത് HIV/AIDS ഒരു പാൻഡമിക് പോലെ വന്നുകൊണ്ടിരുന്നപ്പോൾ അതിനുവേണ്ടി കണ്ണൂരിൽ നിന്ന് ട്രെയിനർ ഓഫ് ട്രെയിനീസ് ട്രെയിനിങ്ങിന് വേണ്ടി ഡോക്ടർ TKCന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തനിയെ തിരുവനന്തപുരത്ത് പോയി. അന്ന് സ്ലൈഡ്സ് ആണ് ഉണ്ടാവുക, ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. സ്ലൈഡ് പ്രൊജക്റ്റിൽ വെച്ച് ഓരോ സ്ലൈഡ് ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാൻ. പുള്ളി ഒരു ഫുൾ സെറ്റ് സ്ലൈഡ് കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ ടീമായിട്ട് തന്നെയാണ് പോകാറ്. അദ്ദേഹത്തിന്റെ കൂടെ നിന്നാൽ മതി. ആ എൻറ്റയർ പ്രസന്റേഷനിൽ ഒരു സ്ലൈഡ് വെക്കും, അത് ഡോക്ടർ TKC പറയും. അടുത്ത സ്ലൈഡ് സെറ്റപ്പ് ആക്കി റെഡിയാവും, ആ സ്ലൈഡിന്റെ തുടർച്ചയായിട്ട് ഞാനും പറയും. അദ്ദേഹം കൂടെയുള്ളതിന്റെ ആ ധൈര്യം, ആ ഒരുമിച്ച് ട്രെയിനിങ്ങിന് പോയി എന്നുള്ളതും, അങ്ങനെ ഒരു തരത്തിലുള്ള റിഹേഴ്സലും ഇല്ലാതെ അത്തരത്തിൽ ചെയ്യുവാനുള്ള പരിശീലനവും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുറെ പേര് ഞാനിപ്പം ജോലി ചെയ്യുന്ന ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലുണ്ട്. അവർ ഷെയർ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഒരാളിപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞത്, full time as an intern I was with Professor TKC only. It's a great teacher. So that's another aspect of the teacher in Dr. TKC. And of course, പരിയാരത്ത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ MPhil in hospital management ചെയ്ത് എങ്ങനെ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകണം, അവിടെ മെഡിക്കൽ സൂപ്രണ്ടന്റ് ആയിട്ട് കൂടി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു, HOD ഒക്കെ ആയിട്ടും. അങ്ങനെയാണ് ഇനിയും ഈ മേഖലയിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള അവസരത്തിൽ he left all of us. അതാണ് അതിൻ്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അതും വളരെ ദുഃഖകരമായ രീതിയിലായി പോയി എന്നുള്ളത് അതിൻ്റെ ഒരു മറുവശം. ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു ക്യാപ്ഷൻ, ഇന്ന് ഈ നമ്മളൊക്കെ ചെയ്യുന്ന ജോലിയെ, നമ്മളെ ആകെ തന്നെ, അല്ലെങ്കിൽ ഡോക്ടർ സമൂഹത്തെ ആകെ തന്നെ, എസ്പെഷ്യലി ഓഫ് മോഡേൺ മെഡിസിൻ, മതിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ അതിലേക്കൊരു ഒരു ചിന്ത കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഒരു ക്യാപ്ഷൻ ഇന്നത്തെ പ്രസന്റേഷന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടായത്. ഇൻട്രോസ്പെക്ഷൻ ഇൻ ഷോർട്ട്. ആത്മപരിശോധന എന്ന് മലയാളത്തിൽ പറയാം. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ദിവസേന എന്നോണം വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പ്രൊഫഷണൽ ആക്ടിവിറ്റീസിലൊക്കെ ചെയ്യാറുള്ള കാര്യവുമാണ്. ഡോക്ടർ എന്നുള്ള വാക്ക് വെച്ച് തന്നെ തുടങ്ങാം. മെഡിക്കൽ പാർലൻസ്, മെനി ഓഫ് ദി വേർഡ്സ്, ദ ഒറിജിൻ ഇസ് ഫ്രം Latin, Old French, or maybe a few in English. The origin of the word doctor is from Latin, and the pronunciation, അത് സെർച്ച് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിച്ചാണ് ഡൊക്കേറെ. അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ പറയാൻ പേടിയാവും, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകെ അബദ്ധത്തിലായി പോകുമെന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ അർത്ഥം, ഒറിജിനൽ അർത്ഥം ടു ടീച്ച് എന്നുള്ളതാണ്. അപ്പൊ ആ വാക്കിനോട്
നമ്മളൊക്കെ ഡോക്ടർമാരായിട്ട് ചെയ്യുന്നത് ഹെൽത്ത് കെയർ സർവീസസ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ്, പ്രിസർവിംഗ് ലൈഫ് ഓർ മേക്കിംഗ് ലൈഫ് ആസ് കംഫർട്ടബിൾ ആൻഡ് ആസ് ഈസി ആൻഡ് ആസ് പെയിൻലെസ് ആസ് പോസിബിൾ. അങ്ങനെ ആകുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം in its word and deed, how much are we following in our day-to-day practice? If we confine that teaching to our practice of modern medicine alone, that is just to begin with. I just had a feeling that the order of the slides had gone wrong, but not. It's right. അപ്പം we start the introspection or ആത്മപരിശോധന പല ഏരിയയിലും ചെയ്യാം. We are all practicing under a regulatory body. ഇത് തന്നെ കുറച്ച് പിന്നോട്ട് പോയി ആലോചിച്ചു കഴിഞ്ഞാൽ ആദ്യത്തത് MCA Act ആണ് ഓഫ് 1956. ഞാനത് പഠിച്ചതും അതിനെക്കുറിച്ച് കുറേയും കൂടി ആലോചിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഡോക്ടർ PKG ആയിരുന്നു ഒരു കാരണമെന്ന്. കാരണം ഒരിടയ്ക്ക് റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ വന്നിരുന്നു. It has to be renewed. Our basic registration with the medical councils has to be renewed every 5 years. And it was mandatory to have 30 hours of accredited, what is it called? Attending CMEs. 30 hours. അന്നത്തെ കാലം ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ പലതരത്തിലും അത്തരം CMEകൾ കണ്ടക്ട് ചെയ്യപ്പെടുകയും ഒരിക്കലും പുറത്ത് കാണാത്ത പല ആളുകളും തെക്ക് വടക്ക് പാഞ്ഞ് CMEകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ ഇത് 1956 MCA ആക്ട് അനുസരിച്ചാണ് ഇതൊക്കെ മാൻഡേറ്റ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ആ നിയമത്തിൽ പുസ്തകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ആക്ടിലൂടെ അല്ലാതെ അത് ഇൻസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് സമ്പാദിച്ചു. ഇപ്പോഴും ഈ അക്രഡിറ്റ് ഹവേഴ്സും CMEs നടത്തുമ്പോൾ TCMC പ്രസന്റ്ലി ദ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ക്രെഡിറ്റ് ഹവേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഇംപ്ലിമെന്റഡ് ഹിയർ. മറ്റു പല സംസ്ഥാനങ്ങളിലും അതങ്ങനെ അല്ലാതെ, എന്നാലും ആ ഒരൊറ്റ കാരണം വെച്ചുകൊണ്ട് സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ ഇന്ന് നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. ആ ആക്ട് 2019 NMC ആക്ട് വെച്ചുകൊണ്ടാണ് മാറ്റിയത്. അതിലും ഇത് മാൻഡേറ്ററി ആയി പറഞ്ഞതായിട്ട് അറിവില്ല. And this NMC was established or it started functioning from 25th of September 2020. അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഡേ എന്ന നിലയിൽ. അപ്പൊ നമ്മൾ ആ റെഗുലേറ്ററി ബോഡിയുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ വി ഷുഡ് തിങ്ക് അബൌട്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 3-4 ദിവസം മുമ്പ് ഈ ഒരു ന്യൂസ് ഐറ്റം, അത് ഷെയർഡ് ബൈ ഡോക്ടർ KV ബാബു ഓഫ് പയ്യന്നൂർ. RTI ആക്ട് അനുസരിച്ച് വിവരാവകാശ രേഖ ആ നിയമം അനുസരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ NMC members are not complying to that particular clause of disclosing their assets. ഇത് കഴിഞ്ഞിട്ടിപ്പം 3 കൊല്ലം തികയുകയാണ്. അത് ഇതുവരെ നടക്കുന്നില്ല. കാരണം എന്താണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ചിന്തയും നമ്മളെ നിയന്ത്രിക്കുന്നവരെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത നമ്മൾ എപ്പോഴും നടത്തേണ്ടതാണ്. അത് ഏത് തരത്തിൽ അതുമായി ഇടപെടണം എന്നുള്ളതും നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അതിന് 33 അംഗങ്ങളുണ്ട്, ഒരു ചെയർപേഴ്സൺ ഉണ്ട്. There are presidents for 4 other subdivisions in the NMC: UG Medical Education Board, PG Medical Education Board, Ethics and Medical Registration Board, Medical Assessment and Rating Board. And 25th ഫൗണ്ടേഷൻ ഡേ ആയിട്ട് ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 3 വർഷമായി ഇത് വന്നതിന് ശേഷമുള്ള ഇമ്പാക്ട് പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്ന ഡിസ്പെൻസേഷൻ വെച്ച് നോക്കുമ്പോൾ MCAയും അന്നത്തെ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ചരിത്രമൊന്നും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. One of the major activities is going for inspections periodically, initial few years of establishment of a new medical college every year, after permanent recognition, then every 5 years renewal of recognition, surprise inspection anytime,
പക്ഷേ കോളേജുകളുടെയൊക്കെ എണ്ണം കൂടി അതിനുള്ള ആളെ കിട്ടാനായിട്ടാണോ എന്താണെന്ന് അറിയില്ല, അത്ര എളുപ്പത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. എ ലോട്ട് ഓഫ് ചേഞ്ചസ് ആർ ബീങ് brought into that particular area of activity. ഒരു പുതിയ മെഡിക്കൽ കോളേജ്, വെദർ ഇറ്റ് ഇസ് അണ്ടർ ദി ഗവൺമെന്റ് ഓർ പ്രൈവറ്റ്, വേണ്ടത്ര പേഷ്യൻസ്, വേണ്ടത്ര ഫാക്കൽറ്റി എല്ലാം ഉണ്ടോ എന്ന് അറിയാനുള്ള പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിലായി ചെയ്തിരിക്കുന്നത് ആധാർ ബേസ്ഡ് ബയോമെട്രിക് പഞ്ചിങ് സിസ്റ്റം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും അത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൂവർ ഹാസ് ബീൻ എൻലിസ്റ്റഡ് ഓർ എൻറോൾഡ് ആസ് എ ഫാക്കൽറ്റി ഇൻ എനി ഓഫ് ദി കോളേജ് എവിടെയാണ് എപ്പോഴാണ് ഉള്ളത് എന്ന് തീരുമാനിക്കാൻ ഒന്നും കൂടിയേ വരാനുള്ളൂ. അതായത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷനുള്ള ആളെവിടെ പോയി കഴിഞ്ഞാലും എവിടെയാ പോകുന്നതെന്ന് വരെ അറിയാം. അപ്പൊ അതും കൂടി ഇനി വരാൻ ബാക്കിയുള്ളൂ. അരിക്കൊമ്പനെ അത് വളരെ മെനക്കെട്ടിട്ട് ഇപ്പൊ എവിടെയാന്ന് തീരുമാനിച്ച അങ്ങനെയാണ്. അപ്പം അരിക്കൊമ്പന്മാരെക്കാളും വലിയ കൊമ്പന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. അത് ദാറ്റ്സ് ദി അതർ സൈഡ് ഓഫ് ദി സ്റ്റോറി. പിന്നെ ഇടംബലം ആലോചിക്കാതെയാണോ എല്ലാം വളരെ തന്ത്രപൂർവ്വം ചെയ്യുന്നതാണോ എന്നറിയില്ല. ലേറ്റസ്റ്റ് ഡയറക്റ്റീവ്സ് ഓൺ ജനറിക് പ്രിസ്ക്രിപ്ഷൻസ്, അതിനെക്കുറിച്ച് ധാരാളം ചർച്ച നടന്നാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഓർത്തു വെക്കണം, അറിയണം അല്ലേ. തെളിക്കുന്ന കൂട്ടർ എങ്ങോട്ടേക്കാ തെളിക്കുന്നതെന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടല്ലേ. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. സോ ഇതുപോലുള്ള കുറെ ആക്ടിവിറ്റീസ് ആർ ബീങ് ഡൺ ബൈ ദിസ് റെഗുലേറ്ററി ബോഡി. ഇനി വാട്ട് അബൌട്ട് ദിസ് നമ്പർ ഗെയിം? ആകെ എത്ര ഡോക്ടർമാരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആയുഷ് അടക്കമുള്ളത് വരും. മോഡേൺ മെഡിസിൻ അണ്ടർ മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഏകദേശ ചില്ലറ കണക്കുകളാണ് ഇത്. കണക്കുകൾ പല വർഷങ്ങളിൽ വന്നതാവാം. ചിലത് ഫിഗേഴ്സ് ആർ ഫ്രം 2019, ചിലത് 2021 ലേറ്റസ്റ്റ് അങ്ങനെ എവിടെയെങ്കിലും അവൈലബിൾ ആണോ എന്ന് അറിയുകയില്ല. അപ്പം അണ്ടർ ദി രജിസ്ട്രി, അപ്പം പലപ്പോഴും സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽസ് രജിസ്റ്റർ ചെയ്യുന്നത് നാഷണൽ NMCയുടെ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്റ്ററിൽ വരുന്നില്ല എന്നുള്ള ഇതൊക്കെ വെച്ച് നോക്കിയാലും ഏകദേശം 13 ലക്ഷത്തിലധികം ഡോക്ടർമാർ ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷത്തിൽ ചില്ലാനമാണ് നിലവിലുള്ളത്. 20% ജീവിച്ചിരിപ്പില്ല. അപ്പൊ അത് നീക്കം ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. കുറെ പേര് റിട്ടയർ ചെയ്തിട്ടുണ്ട്. കുറെ പേര് മെനി ആർ ഗോയിങ് അബ്രോഡ് ഫോർ സ്റ്റഡീസ് ഓർ മേ ബി ഈവൻ പെർമനന്റ്ലി മൈഗ്രേറ്റിംഗ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ ഇഫക്റ്റീവ് 10.41 ആണ് ആക്ച്വലി ഉള്ളത്. ആൻഡ് ഗോയിങ് ബൈ ദ റേഷ്യോ ഓഫ് doctor to population, it is less than 1 in India as of now. WHO norm minimum 1 ആണ്. There are many countries which are having more than that if we go to the such other details in various countries. IMA കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ഒരു കണക്കെടുപ്പ് നടത്തിയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു ഫിഗർ വരുന്നുണ്ട്. കേരളത്തിലുള്ള 3.5 കോടി എന്ന് പറയുന്ന ജനസംഖ്യയും ലഭ്യമായിട്ടുള്ള ഡോക്ടറുടെയും ഒക്കെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളതിന് എനിക്ക് വലിയൊരു ഉറപ്പില്ല. ഇനി ഡോക്ടേഴ്സ് അടക്കമുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സ് വിച്ച് ഇൻക്ലൂഡ്സ് നഴ്സസ് ആൻഡ് അതർ സപ്പോർട്ടിംഗ് പാരാ നഴ്സിംഗ് സ്റ്റാഫ് 4.4 per or 4.5 per 1000 or 44.5 per 10,000 population ആണ് വേണ്ടത്. ഇപ്പൊ നഴ്സസിന്റെ കണക്ക് 1.7 per 1000 ഉള്ളൂ. 3 ആണ് അതിന്റെ നോം. ഇപ്പോഴത്തെ സ്ഥിതി അറിയാം. ഏറ്റവും ബുദ്ധിമുട്ട് ഡോക്ടർമാരെ കിട്ടാൻ അത്ര വിഷമമില്ല. നഴ്സസ് ഓൾ ആർ മൈഗ്രേറ്റിംഗ് as the opportunities abroad after the COVID outbreak has become much higher, and the entry regulations or the ഒരു കടമ്പയുണ്ടല്ലോ, തിരഞ്ഞെടുക്കപ്പെടാൻ അവിടെ ജോലി ചെയ്യാനുള്ള കടമ്പകൾ വളരെയധികം റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മുമ്പൊക്കെ ജർമ്മൻ ഭാഷ പഠിച്ച് അതില്ലാത്തൊരു പ്രായോഗിക ജ്ഞാനം ഉണ്ടായാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴും യാത്രാ ചെലവും ജർമ്മൻ പഠിപ്പിക്കാനുള്ള ചെലവടക്കം കൊടുത്തുകൊണ്ട് നേരിട്ട് കൊണ്ടുപോയി അപ്പോയിന്റ് ചെയ്യുന്ന അവസ്ഥ ജർമ്മനിയിലൊക്കെ ഉണ്ടായതായി കേട്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഏറ്റവും ബുദ്ധിമുട്ടിപ്പോഴുണ്ടാകുന്നത് ഈവൺ ഇൻ ഗവൺമെന്റ് സർവീസസ് നഴ്സിംഗ് സ്റ്റാഫിന് ഒരു 6 മാസം 1 വർഷം പരിചയം അല്ലെങ്കിൽ ആ വർക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ they are all leaving. So that is going to be having a major negative impact on the healthcare services in our country, the quality of services. നമ്മളിപ്പോഴും we are doing the admissions, we are doing daily rounds, we are examining in the OP, but the care being provided once it is an IP is by the nursing staff 24 hours. So can just imagine what's happening there. അതിന്റെ പ്രായോഗിക വിഷമതകൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ ജനസംഖ്യാ വർധനവിന്റെ ആ തോതൊക്കെ എടുക്കുകയാണെങ്കിൽ, if we consider that 0.9 and odd is the annual increase in population, we add roughly around 1.3 crore in our country. And on the other side, newer and newer medical colleges are coming up. എപ്പോഴാണ് അതിനെപ്പോഴെങ്കിലും ഒരു വിരാമം വരുന്നത് എന്ന് അറിയില്ല. Every year, if we take that 5 to 10 new medical colleges are added, and going by an average of 50 or 100 seats, maybe 500 MBBS graduates come out after passing. Join ചെയ്യുന്ന എല്ലാവരും പാസ് ആവുന്നില്ല, ഒരു 80% ഒക്കെ ഒരു ആനുവൽ പാസ് റേറ്റ് വരുന്നുള്ളൂ. അപ്പോഴും 2030 ആകുമ്പോഴേക്ക് 11 ലക്ഷത്തിൽ ചെല്ലാൻ ഡോക്ടർമാരുണ്ടാകുമ്പോഴും റേഷ്യോ റിമെയിൻസ് ദ സെയിം. ഇനി മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൃത്യമായിട്ട് NMC ഫയൽസിൽ വരെ ഉണ്ടാകുമോ എന്നറിയില്ല. There is more than 650 colleges. It was 387 in 2014. You can just imagine how much it has increased over last 9 or 10 years. And a total of roughly around 1 lakh MBBS seats in the country. So every year we are adding roughly around 50,000 doctors to the total doctors number in the country. So still at this rate, going by the attrition, by those who retire or otherwise, and those who migrate, our doctor population ratio will be remaining almost the same, and not even reaching the minimum norm as decided by the WHO. ഇനി കേരളത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ കണക്ക് അടുത്ത കാലത്ത് പത്രത്തിൽ വന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കാണും. 10 ലക്ഷം ജനസംഖ്യക്ക് 100 MBBS സീറ്റ് എന്നാണ് കണക്ക്. ഇപ്പോൾ തന്നെ 33 മെഡിക്കൽ കോളേജസ്, അതിനകത്ത് ഡീഫങ്ക്ട് ആയിട്ടുള്ളത് ചിലത് പെട്ട് കാണും, പുതുതായി വരാനിരിക്കുന്നതുണ്ട്. We need only 3,500 seats. ആ ഒരു പ്രൊപ്പോർഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കേരള നീഡ്സ് ഓൺലി 3,500 MBBS seats. Already we have more than 4,000. അപ്പൊ അതിന്റെ കൂടെയാണ് അടുത്ത ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 3 മെഡിക്കൽ കോളേജെങ്കിലും വരാനുണ്ട്. കാസർഗോഡ്, വയനാട് അഡ്മിഷൻ തുടങ്ങിയിട്ടില്ല. And what I have understood is one other private management is about to start a medical college, most likely this year or the next, somewhere in Walayar. അത് അന്തർ സംസ്ഥാന ഇതിലാണോ എന്നറിയില്ല. കോഴിക്കോടുള്ള മലബാർ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് ആണെന്നാണ് കേട്ടത്. അതടക്കം വരാൻ പോകുന്നുണ്ട്. വേറൊരു കാര്യം കേട്ടത്, മിനിമം 50 സീറ്റ്സ് വെച്ച് വേണമെങ്കിലും പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങാമെന്ന് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് യാഥാർത്ഥ്യമാവുക എന്നുള്ളത് അറിയില്ല. അതല്ലെങ്കിൽ 100 സീറ്റ്സ് എന്നുള്ളൊരു നോം നിലവിലുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ മേഖലയിൽ നടക്കുന്നത്. അപ്പൊ ആ മേഖലയിൽ അതിനെ ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നമ്മൾ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നുണ്ടോ, സംഘടനാപരമായി ഇടപെടാൻ കഴിയുകയില്ലേ എന്നും നമ്മൾ ഒരു ആത്മപരിശോധന. സോ ദാറ്റ്സ് വൺ അതർ പോയിന്റ് ഫോർ ഇൻട്രോസ്പെക്ഷൻ. ഇത് ഇക്കഴിഞ്ഞ 2-ാം തീയതി ഹിന്ദുവിലെ സെന്റർ പേജിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. കോട്ടാസ് ക്രാഷ് കോഴ്സ്, ഹു എക്സാക്ട്ലി ആർ ക്രാഷിംഗ്. അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ളത് സ്പേറ്റ് ഓഫ് ഡെത്ത്സ് റീസെന്റ്. ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അവിടെ ബോത്ത് നീറ്റ് കോച്ചിങ്ങും ഉണ്ട്, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ എഞ്ചിനീയറിംഗ് അതും ഒരു സംഘടിതമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഏകദേശം 1 ലക്ഷത്തോളം ആളുകളെ ട്രെയിൻ ചെയ്യുന്നതിനുള്ള വിവിധ കോച്ചിങ് സെന്റേഴ്സ് കോട്ട ആൻഡ് രാജസ്ഥാൻ. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ മരണം 26 അത്ര ഒരു വർഷത്തിൽ. മരണമല്ല, suicides of the trainees or those who go and join there from various places across the country to get through the NEET or JEE. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ 6 മരണങ്ങളടക്കം ഇതിനകം തന്നെ ഓഗസ്റ്റ് അവസാനമാകുമ്പോഴേക്ക് 23 ഈ സ്റ്റുഡൻസ്, those who have completed +2 have ended their life, not able to withstand the pressure with which they are being sent there and then being followed by their families. ഇത് ഈ കടമ്പ കടക്കുകയില്ല എന്ന് തീരുമാനിച്ച് ജീവനൊടുക്കുകയാണ്. അത്രയും ഒരു ദയനീയമായ അല്ലെങ്കിൽ ആശങ്കാജനകമായ സ്ഥിതിയിലേക്ക് കേരളം എത്തിയിട്ടില്ല എന്നും തൽക്കാലം നമുക്ക് സമാധാനിക്കാം. എന്നിരുന്നാലും ഇത് നമ്മെ എല്ലാം തുറിച്ചു നോക്കുന്ന ഒരു മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ നമ്മൾ ഇടപെടേണ്ടതില്ലേ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ വാർത്ത വന്ന് 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം മാതൃഭൂമിയിൽ ചെറിയൊരു ബോക്സ് ന്യൂസ് ഇൻ വൺ ഓഫ് ദി ഇന്നർ പേജസ്
about this ഉണ്ടായിരുന്നു. So why should they all crash? ഇതിൽ ഹൈലൈറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ക്യാമ്പസ് ഇന്റർവ്യൂവിനെ പറ്റി സ്ഥിരമായി കേൾക്കുന്നതാണ്. ആൻഡ് ദിസ് ഇസ് വൺ കോഴ്സ് ആൻഡ് ഈവൻ ഇൻ ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർ ഇസ് നോ ക്യാമ്പസ് ഇന്റർവ്യൂ ഫോർ MBBS graduates. That's supposed to be one among the most sought after professional courses in the country. And that is one. And as of now, it is said that there are about 2 lakh, maybe it is an underestimation, MBBS graduates remaining jobless. Maybe it is not totally jobless. They are all preparing for NEET PG selection or otherwise. Recently, I happened to go to visit some other medical college. അപ്പോൾ അവിടെ വെരി എൽഡർലി എന്ന് തോന്നുന്ന ഒരാൾ ഫൈനൽ ഇയർ എക്സാമിന് വന്നിരിക്കുകയാണ്. അപ്പം അന്വേഷിച്ചപ്പോൾ കോഴ്സ് തുടങ്ങി ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ that person stopped his course, went to his native place and did a lot of farming, and again has come back to appear for the after a gap of some 5 or 6 years. കാരണം ആ സമയത്ത് 10 വർഷത്തിനകം MBBS കോഴ്സ് പൂർത്തിയാക്കണമെന്നോ 4 തവണയിൽ കൂടുതൽ ഒരേ സബ്ജക്റ്റിന് അപ്പിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇന്ന് നിലവിലുള്ള ആ ഒരു ഡയറക്റ്റീവ് അല്ലെങ്കിൽ നിയമം ഉണ്ടായിരുന്നില്ല. Can go on writing the exam any number of times and can do the course to any extent of time. വേറൊരാൾ ഇതുപോലെ കോഴ്സ് നിർത്തിയിട്ട് അതേ കോളേജിൽ വെച്ച് തന്നെയാണ് ഏകദേശം അത്ര തന്നെ 15 വർഷത്തിലധികമായി 15-20 വർഷമായിട്ടായി കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് കുറെ വോളണ്ടറി ചാരിറ്റി വർക്ക് നടത്തി അവിടെ കുറെ സംഘടിപ്പിച്ച് ആ വർക്ക് നടത്തിയപ്പോഴാണ് ഒരു ബേസിക് ഫാമിലി ഫിസിഷ്യൻ ഓർ എ പ്രൈമറി കെയർ ഫിസിഷ്യന്റെ അഭാവം എത്രമാത്രം ഉണ്ട് എന്നും MBBS പാസ്സായി കഴിഞ്ഞാൽ വലിയൊരളവ് വരെ തനിക്കത് ചെയ്യാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവോടുകൂടി വീണ്ടും പരീക്ഷ എഴുതാൻ വേണ്ടി ഫൈനൽ എക്സാമിന് വേണ്ടി വന്നത്. സോ ഓൾ ദിസ് ആർ ഹാപ്പനിങ് മേ ബി വെരി ലിമിറ്റഡ് നമ്പേഴ്സ്. എ ഫ്യൂ വിൽ ബി പ്രിപ്പയറിംഗ് ടു ഗോ അബ്രോഡ്, USMLE ഓർ ലാബ് ഒക്കെ എഴുതിക്കൊണ്ട്. നൗ വാട്ട് ഇസ് ദ കോൺഫിഡൻസ് ലെവൽ ഓഫ് എപ്പോഴും ഞാൻ പറയാറുണ്ട് MBBS അതിന്റെ വേണ്ട രീതിയിൽ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ദി ഇന്റേൺഷിപ്പ്, MBBS is more than enough to be a very effective primary care physician. അത് പക്ഷേ അതെല്ലാം പഴയ കാലം എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇന്ന് പോയിരിക്കുകയാണ്. Nobody with an MBBS, even if they come from the best of colleges in the country or government colleges, if it, are not confident to be there alone in primary care. ഈ സദസ്സിലിരിക്കുന്ന മഹാഭൂരിപക്ഷം പേർക്കും പിന്നോട്ട് തിരിഞ്ഞ് ആലോചിച്ചു കഴിഞ്ഞാൽ can understand the difference between those days and now. Now, what is the job opportunity for basic MBBS graduates? Maybe health services, of course. Assistant surgeon, whether it is in the general cadre, administrative cadre, or specialty cadre, adana entry in Kerala. Can be private hospitals, clinics, or medical colleges or non-academic JRs. Other than well-established PG courses, there is no scope. And an MBBS graduate cannot be faculty in a teaching institution. And what is the situation here when we compare between Kerala and Karnataka? Kerala peripheral adakam scope is much less, even though there happens to be some vacancy under the health services in primary health centers at times. As such, there is no vacancy. But in Karnataka, a lot of vacancies are there. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ആയിരിക്കുമ്പോൾ BAMS ആയുർവേദം പഠിച്ച് പാസ്സായി വന്നു കഴിഞ്ഞാൽ 1 മാസം പീഡിയാട്രിക്സും ലേബർ റൂം പോസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ they are good enough to be posted as PHC medical officers under modern medicine, in charge officers. അതിനുവേണ്ടി പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് നടത്തി ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നൊരു ഫോൺ കോൾ വരികയും ഞാൻ അവസാനം പറഞ്ഞു, ഞാനത് സംഘടനയുടെ ഒരു ഭാരവാഹിയാണ്, സംഘടന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷേ സർക്കാർ ഓർഡറോടുകൂടി ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞ ആയുർവേദ ബിരുദധാരികൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ പിടിച്ചു വെക്കില്ല. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലോ ലേബർ റൂമിലോ NICUലോ ഒക്കെ കയറണമെങ്കിൽ അവിടെയുള്ള ചാർജ് ഓഫീസർ നിഷേധിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ പറ്റുകയില്ല. സോ അവർ പിന്നീട് വന്നിട്ട് സർട്ടിഫിക്കറ്റ് ഞാൻ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ കൊടുത്തുകൊള്ളാം, പക്ഷെ they were not trained എന്ന് ഞാൻ പ്രത്യേകിച്ച് അതിനടിയിൽ എഴുതും, അതല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ
മറ്റേ തലക്കുന്ന ഫോൺ അവിടെ കടയെന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെ വരെയുള്ള സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. അതാണ് കർണാടകയിലുള്ള ഡോക്ടർമാരിൽ about 40%, കൃത്യമായ കണക്കാവണമെന്നില്ല, they are all concentrated or working in Bangalore city area only. പിന്നെ what is the average salary being offered to basic graduates MBBS? അതാലോചിക്കുമ്പോൾ ഞാൻ സാധാരണ ആലോചിക്കാറ് BDS കഴിഞ്ഞവരുടെ സ്ഥിതിയാണ്. ഹോസ്പിറ്റൽ അറ്റൻഡന്റിന് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുന്നതിന്റെ പകുതി പൈസ പോലും BDS മാത്രമുള്ള ഒരാൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നിന്ന് കൊടുക്കില്ല. Just imagine working for 5,000 rupees a month or just around that. So ignominious it is. MBBS മാത്രമുള്ള ഒരു ജൂനിയർ റെസിഡന്റ്, നോൺ PG ജൂനിയർ റെസിഡന്റ് ഓർ എ നോൺ അക്കാഡമിക് ജൂനിയർ റെസിഡന്റ് ആയാലും ആ പറഞ്ഞതിന്റെ കൂടെ ഒരു 0 കൂടി മാക്സിമം ചില സ്ഥലങ്ങളിൽ കിട്ടിയെന്ന് വരാം. അതുപോലും പല സ്ഥലത്തുമില്ല. So pathetic is the situation of the salary structure. And that is the most അസംഘടിത തൊഴിൽ മേഖലയാണത്. Not at all organized. We cannot care for them. And NMC whole arrangemental UG മെഡിക്കൽ ബോർഡും PG മെഡിക്കൽ ബോർഡും ഒന്നും ഉള്ളതല്ലാതെ പ്രൈമറി കെയർ MBBS മാത്രം എടുത്ത് അത് മാത്രമേ ആവശ്യമുള്ളൂ, അതിലധികം അതിനകത്ത് മുടക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഒരു ആക്ച്വൽ റെപ്രസെൻറ്റേഷനോ, അതിലെല്ലാം ഡോക്ടേഴ്സാണ്. ഈ 33 മെമ്പർമാരും ഡോക്ടേഴ്സാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് അവിടെ ആരും തന്നെ ഇല്ല. അപ്പൊ അതാണ് ഈ ബേസിക് ഗ്രാജുവേറ്റ്സിന്റെ സ്ഥിതി. അപ്പോൾ ഇനി എന്തൊക്കെയാണ് കാണാനിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. വാട്ട് ആസ് എൻ ഓർഗനൈസേഷൻ ക്യാൻ വി ഡു individually, maybe as a group in a private or any establishment, whether private or government, or at the state or national level as a national level organization. Again, something about introspection, what all we should be doing. Adum vannadu Latin thaneyanu, ആത്മപരിശോധന, to look inside. Just imagine about how far well organized or structured is the healthcare system in the country. ആ 3 tier എന്നൊക്കെ നമ്മൾ പറയും. Maybe with the latest gadgets and also the artificial intelligence coming into the profession, maybe we can say quaternary care also is there. Totally disorganized, unstructured. ആ രീതിയിലാണ് provision of healthcare, whether it be under the government, to some extent it is has some structure, and outside it is anybody's venture it is. So pathetic is the situation under which this is happening. Actually, it can be well organized. Just imagine at what all levels. If you think about what's the current situation, what are the opportunities? See, after the local Panchayati Raj Act of 1995, a lot can be done if we apply ourselves at the level of Gram Panchayats, where the medical officer there in a panchayat of a PHC or whichever organization is supposed to be the director of health services for that panchayat. We can do much better things or better services. Other, we have to apply ourselves, our mind, and do it when we are in such a situation. So as an organization, we should be able to take up that level at panchayat level, taluk level, district level. നമ്മൾ ഒരിടയ്ക്ക് ഹെൽത്ത് സർവീസിൽ അങ്ങനെ ഉണ്ടായിരുന്നോ? സെക്കൻഡറി ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ടെർഷറി ലെവൽ, ഫസ്റ്റ് റെഫറൽ യൂണിറ്റ്, സെക്കൻഡ് റെഫറൽ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ there was no actual application by the governing side or the government. We should be leading and we should be utilizing whatever is possible. Otherwise, this will be going astray and we'll be landing nowhere. So that is the role to be taken up by the organizations. It's not that difficult, but we have to apply ourselves. So what happens when we are treating a patient? The outcome can be different. It can be a fully satisfied patient and family. Majority of, or most of the time, it happens so only. At times, it gives to some complaint, maybe at that institution level, and it can be settled by discussions. It leads to അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചീത്ത പറച്ചിലും വഴക്കിലൊക്കെ ഒതുങ്ങാം, അടിപിടിയിലും അവസാനിക്കാം. ഇതിന്റെ വേറൊരു വശം നോക്കുകയാണെങ്കിൽ, the Consumer Protection Act came into being. That was passed in 1986. And after a few litigations, the Supreme Court finally decided that medical services or doctors also fall under the CPA Act from 1995. So from then onwards, a total of 48 lakhs
or almost 49 lakhs of cases. That is as of 2019. ഡോക്ടേഴ്സിനോ ആശുപത്രികൾക്കോ അല്ലെങ്കിൽ ആ ഒരു സേവനത്തിനോ എതിരായിട്ട് ഈ വേരിയസ് ഫോറം, വെദർ ഇറ്റ് ഇസ് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ഓർ നാഷണൽ ലെവൽ വന്നിട്ടുണ്ട്. Outcome, of course, at times it comes out, many a time it may not come out, or it may be settled out of court. We don't know. So that is one other area where we should be. In such cases, what we can do, we almost always can say that it is communication. ആശയവിനിമയം നടത്തുന്നതാണ് the crux of the issue, and that is the cornerstone of a very good patient relation and a eventual best outcome. ഭാഷ ഇപ്പോൾ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് മാതൃഭാഷയിൽ പഠനമാധ്യമമായിട്ടുള്ള എത്ര പേരുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. How many of you did your schooling in English medium എന്ന് പറഞ്ഞാൽ, except in a batch, maybe in a total of 150 in my present institution, 10 or 15 at the most, not even that. അപ്പം ഈ ഭാഷ അറിഞ്ഞാൽ മാത്രം പോരാ, അത് പറഞ്ഞ് മനസ്സിലാക്കിക്കുവാനും പരമാവധി സാങ്കേതിക പദങ്ങൾ, ടെക്നിക്കൽ ടേംസ്. വി ആർ ഓൾ ട്രെയിൻഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് വി ഹാഡ് അവർ ബേസിക് എഡ്യൂക്കേഷൻ ഇൻ ഇംഗ്ലീഷ്. ഇനിയിപ്പോൾ ഹിന്ദിയിൽ ഇതാക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നു, അത് വേറെ രാഷ്ട്രീയ ലാക്കുകളാവാം, അത് വേറെ വിഷയമാണ്. പ്രാദേശിക ഭാഷകളിൽ പഠിപ്പിക്കാമെന്നും പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സാങ്കേതിക പദങ്ങളെ മലയാളീകരിച്ചു കഴിഞ്ഞാൽ ഈ സ്വിച്ചിന്റെ മലയാളം പറഞ്ഞതിനേക്കാളും അപകടമായി പോകും. അതിൽ നമ്മൾ വളരെയധികം, പിന്നെയുള്ളത് ഓരോ ലൊക്കാലിറ്റിയിൽ, ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഈ പറഞ്ഞ അസുഖത്തിന് ഉപയോഗിക്കുന്ന നാടൻ ഭാഷാ പ്രയോഗം എന്നുണ്ട്. 5ാം പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജാതി പനിയുണ്ട്. പക്ഷെ അത് കരുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ മനസ്സിലാവും. കുറച്ച് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കരുവൻ ചിലവാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ PG ടീച്ചറായിരുന്ന ആൾ പറയാറുണ്ട്, മലപ്പുറത്തേന് പറയുന്ന പേരെന്താണെന്ന് അറിയാമെന്ന്. അപ്പൊ മലപ്പുറംകാരോട് ഞാൻ ചോദിക്കും, എത്ര പേര് മലപ്പുറംകാരുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കും അറിയില്ല. അവിടെ ചപ്പട്ട എന്ന് പറയത്തേ. ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഇസ് ട്രൂ. ആണല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കം അറിഞ്ഞിരിക്കണം. ഇതിപ്പോ അതിന്റെ 4 അയലത്ത് പോലും നമ്മളൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ്. ഇന്റഗ്രിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം അടുത്ത കാലത്ത് ആദ്യമൊന്നും അങ്ങനെ കേൾക്കാറില്ല. പലപ്പോഴും റെഫേർഡ് ആയിട്ടും അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് സെക്കൻഡറി ഓർ ടേർഷറി ലെവൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരുന്ന ആളുകൾ പറയും, അവിടെ കാണിച്ചപ്പം പറഞ്ഞ് കൗണ്ട് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. CRP, ഇത് സെൻട്രൽ റിസർവ് പോലീസ് വരുന്ന പോലത്തെ ഉള്ള അവസ്ഥയാണ്. അത് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് വേഗം അവിടത്തേക്ക് പോയിക്കൊള്ളിയുന്നു. എന്നിട്ട് അവസാനം കൗണ്ടിനെയും CRPയും ട്രീറ്റ് ചെയ്യുക. അപ്പൊ പലപ്പോഴും ന്യൂ ബോണിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. If you simply do the CRP in a very normal newborn, it can be slightly raised. Other up to 6 and 12 or 24 okay aava. Because the healing process of umbilicus as such is an inflammatory process. So that will be there. ഒരു സിമ്പിൾ വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാലും കൗണ്ട് കൂടിയിട്ടില്ലെങ്കിലാണ് പലപ്പോഴും കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കുക. അപ്പൊ ഈ കൂടിയ കൗണ്ടിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും ആ രീതിയിൽ പറഞ്ഞ് ആ രീതിയിലാണ് നമ്മൾ what exactly is happening there എന്നുള്ളത് കൺവേ ചെയ്യുന്നത്. So our duty as a doctor to teach us what is the condition that we find in the patient, what way we are managing it, what our interventions are doing, what is the anticipated outcome in a normal way, and what all complications can be there, in which case you should be coming back again or how long after that. ആ രീതിയിൽ പലപ്പോഴും തിരക്കുകൊണ്ടോ അല്ലാതെയോ നമ്മൾക്ക് പറയാൻ കഴിയാറില്ല എന്നാണ്. എപ്പോഴും ഈ പറയുന്നതെല്ലാം തന്നെ സഹർഷം സ്വാഗതം ചെയ്ത് പെട്ടുകൊള്ളണം എന്നില്ല. ഈ നെഗറ്റീവ് കമന്റ് വരുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്യുന്നിടത്താണ് പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നത്. അവിടെ അതിനെ വളരെ ആത്മസംയമനത്തോടു കൂടി അതിൻ്റെ ടോട്ടാലിറ്റിയിൽ കണ്ട് അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കണം. പലപ്പോഴും അത് കേട്ടില്ല എന്ന് നടിക്കുക. ദാറ്റ് ഇസ് വാട്ട്സ് മെന്റ് ബൈ ഓസ്ട്രിച്ച് ടെക്നിക്. ആൻഡ് ബിഫോർ മേക്കിംഗ് എനി റെസ്പോൺസ് തിരിച്ചും തിരിച്ചും അതിനെക്കുറിച്ച് ആലോചിക്കണം. ആൻഡ് വി ഷുഡ് suggest a solution. Always prefer a face to face. നിങ്ങൾ എഴുതി തന്നാൽ മതി എന്നല്ലേ, ഫോണിലൂടെ മാത്രമേ ഡിസ്കഷനിൽ ഒരിക്കലും എൻഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് റെസ്പോണ്ടിങ് ഇൻ എ ടൈംലി ഫാഷൻ. ഇതെല്ലാം തന്നെ വളരെ ചുരുക്കി പറയുന്നതാണ്. ഇത് ഓരോ വിഷയം എടുത്താൽ തന്നെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരും. ഇനി
പ്രൊഫഷണലിൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടുന്ന രണ്ട് വാക്ക്, ഒന്ന് ജോസ്റ്റിംഗ്, അതിൻ്റെ ഒറിജിൻ ഫ്രഞ്ചും ലാറ്റിനും ഒക്കെ കൂടിയിട്ടാണ്. ഇറ്റ് ഇസ് എ വെരി ഏൻഷ്യന്റ് ടേം. ഈ അശ്വാരൂഢരായിട്ടുള്ള രണ്ട് പോരാളികൾ ഏറ്റുമുട്ടുമ്പോൾ ഒരാൾ മറ്റേ ആളെ കുതിരപ്പുറത്തുനിന്ന് തള്ളി താഴെ ഇടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതാണ് കോമ്പാറ്റ് ബിറ്റ്വീൻ ടു മൗണ്ടഡ് നൈറ്റ്സ് ടിൽറ്റിംഗ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ വിത്ത് ലാൻസസ്. മറ്റേ ആളെ തള്ളിയിടാൻ തരത്തിലുള്ള റിയാക്ഷൻ. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ വന്ന് നമ്മുടെ സംഘടനയിലുള്ള പ്രവർത്തനം കൊണ്ടൊക്കെ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. വൺ അതർ വേർഡ് ഇസ് ഡിസ്പറേജിങ്, ബിലിറ്റ്ലിംഗ് എന്ന് പറയാം. ഓർ നേരത്തെ കണ്ട ആളെ ഒന്ന് കൊച്ചാക്കി കാണിക്കുക. അതും ഇപ്പോൾ വളരെ കുറവാണ്, എന്നിരുന്നാലും സംഭവിക്കാറുണ്ട്. അത് നമ്മൾ അറിയാതെ പലതരത്തിലും വന്നു പോകാം. ഒരു അരമണിക്കൂർ മുമ്പ് എത്തിയിരുന്നെങ്കിൽ ശരിയായിരിക്കാം, പക്ഷെ അത് മറുപക്ഷത്ത് എങ്ങനെ അതിനെ കാണുന്നു എന്ന് നമ്മൾ ആലോചിക്കാറില്ല. അതുപോലെ തന്നെ മുമ്പൊക്കെ ധാരാളമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ആരെങ്കിലും ഇത് കൊടുക്കും, ഇതിന് പോരെ, ഇത്തരത്തിലുള്ള അതിന്റെ എക്സ്ട്രീംസ് ആണ്. മേ ബി ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് ആസ് ഇറ്റ് യൂസ് ടു ബി ഏർലിയർ, ബട്ട് സ്റ്റിൽ നമ്മൾ അറിയാതെ ഇത് സംഭവിച്ചു പോകുന്നുണ്ട്. അറിയാതെ പോലും പലപ്പോഴും വളരെ ദൂരത്തുള്ള ഒരു സ്ഥലത്തേക്ക് റഫർ ഔട്ട് ചെയ്ത് പോകുമ്പോൾ യാത്രാ സമയവും മറ്റൊക്കെ ഉണ്ട്. വേറൊന്ന് നമുക്ക് കൊടുക്കാവുന്ന എമർജൻസി സർവീസസിനുള്ള പ്രൊവിഷൻ ഇല്ലെങ്കിലും, ഇഫ് ദ പേഷ്യന്റ് ഇസ് നോട്ട് ഫിറ്റ് ടു ബി transferred and traveling, we are not supposed to be referring that patient. അതും നിയമത്തിൽ വന്നതാണ്. സൗകര്യം ഇല്ലെങ്കിൽ പോലും we should try the level best to stabilize the patient. ചിലപ്പോൾ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അടി വേറെ കിട്ടിപ്പോകുന്നുള്ളത് വേറെ നാട്ടിലെ വേറൊരു സ്ഥിതിയാണ്. So it's a very difficult, highly delicate balancing act which we are doing. I'll just elaborate. I don't think that is readable. അതായത് ഒരു ഭർത്താവ് ഭാര്യയുടെ പ്രസവം കഴിഞ്ഞപ്പോൾ ആ പ്രസവം നടന്ന, അല്ലെങ്കിൽ ദാറ്റ് ഇസ് സിസേറിയൻ ഡെലിവറി കഴിഞ്ഞ് സ്ഥാപനത്തിനെതിരായി കൊടുത്ത ഒരു പരാതിയാണ്. അതിൽ എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും കാരണം ഇത് ചെയ്ത ആശുപത്രിയാണെന്നും അതിന് നഷ്ടപരിഹാരം തന്നിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നതാണ് എന്നുള്ള ഒരു ലെറ്ററാണ്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ദാറ്റ്സ് എ 25-year-old പ്രൈമി, 33 weeks. അവർ പറഞ്ഞതനുസരിച്ച് അത്രയും കാലം ടിൽ ദറ്റ് ടൈം ഓഫ് labor pains, that's a preterm, കാണിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയിൽ എമർജൻസി സർവീസസിനുള്ള സർവീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൽ സെന്ററിലേക്ക് വിട്ടതാണ്, സെക്കൻഡറി ടു ടെർഷറി ലെവൽ കെയറിലേക്ക്. ആൻഡ് ദാറ്റ് വാസ് ട്വിൻ ബ്രീച്ച് ഇൻ പ്രസന്റേഷൻ, ബ്ലീഡിംഗ് ബീവി ഒക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ടേക്കൺ അപ്പ് ഫോർ സിസേറിയൻ. എവറിത്തിങ് വെന്റ് ഓഫ് വെൽ. Some 4 hours after the CS, there was some bleeding. So immediately they undertook a ultrasound examination which showed something like clot. No retained products of consumption ennum radiologist ultrasound il parayuകയുണ്ടായി. And clots aanennu paranju. From the os area a few bits of clots were removed rather. And 7th post-op day mother got discharged. Preterm babies had some observation in among the babies in the NICU, because one was only 1520 grams. അത് കഴിഞ്ഞ് അവരെ ഡിസ്ചാർജ് ചെയ്തു. They came for follow-up after 2 weeks. Everything was fine, no complaints, no bleeding, no pain. But roughly around 2 months after that, just less than that, 6 weeks, presented to the original hospital where they had the entire antenatal checkup, complaining of pain. അന്ന് തന്നെ അവർ അൾട്രാസൗണ്ട് ചെയ്ത് there was some report, query retained products of consumption. But 4 days later only it was taken up for evacuation. Something went wrong at that time. Immediately it had to be taken up for laparotomy, and it was found that there was perforation of the uterus, most likely after trial of evacuation, and a small segment of intestine was there. അത് റിസെക്ഷൻ ആസ്റ്റമോസിസ് ചെയ്ത് 10 ദിവസത്തിലധികം അവിടെ കിടക്കേണ്ടി വന്നു. അപ്പോഴേക്ക് ബ്രസ്റ്റ് മിൽക്ക് സപ്രസ്ഡ് ആയി. കുട്ടികൾക്ക് ഫോർമുല ഫീഡ്സ് കൂടുതൽ കൊടുക്കേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുട്ടികൾക്ക് 2 പേർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു. ആൻഡ് ദേ ഹാഡ് ടു ബി അഡ്മിറ്റഡ് ഇൻ സം അതർ നിയോനേറ്റൽ കെയർ ഏരിയ, ഇൻകറിങ് എ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ. അതിൽ റീറ്റെയിൻ പ്രോഡക്ട്സ് ഓഫ് പ്ലാസൻഡ
സിസേറിയൻ ചെയ്ത് ആ സെക്കൻഡറി ലെവൽ ഹോസ്പിറ്റലിൽ നിന്ന് മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമന്റ് അവിടെ നിന്ന് വന്നു. ആ ഇവാക്യുവേഷൻ ട്രൈ ചെയ്തപ്പോൾ ഇഞ്ചുറിയെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇറ്റ് വാസ് ദെയർ ഇൻ ദി ഡിസ്ചാർജ് സമ്മറി ആൻഡ് നോട്ട്സ്. അപ്പൊ ആ കമന്റിന് പകരം പ്ലാസൻഡ, റീറ്റെയിൻ പ്ലാസൻഡ എക്രീറ്റ, at times it can happen, maybe 1 in 1,000 or 1 in 10,000. No way detecting it, and it might present like this. Better that you, or else that particular consultant in the primary hospital should have rang up the secondary level where the cesarean was done and discussed with the doctor. നേരിട്ട് അറിയുന്നതും പലപ്പോഴും വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെയാണ്. Or else should have been directed to the same hospital. പിന്നീട് അത് പറയുകയും ഉണ്ടായി. അതായത് ഈ ഇവാക്യുവേഷൻ ട്രൈ ചെയ്തവർ പറ്റിപ്പോയി, ഞാൻ അന്നേരം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വിട്ടാൽ മതിയായിരുന്നു. So it is interpreted by the other side, the patient party, in a totally different way. So we have to be very careful when conveying anything to the patient. മറുവശത്ത് അതിനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചേക്കാം എന്ന രീതിയിൽ വേണം അത് എടുക്കാൻ. This is only one example. There can be umpteen number of such examples in our day-to-day practice, at least sometimes. അതൊന്ന്. Another case, I think that is a കംപ്ലൈന്റ്, അതായത് ഫ്രാക്ചറിന് ട്രീറ്റ് ചെയ്തു, അത് പ്രൊളോങ്ഡ് ആയി പെയിൻ വന്നു, അതുകൊണ്ട് കഷ്ടനഷ്ടങ്ങളുണ്ട്. ഇതുപോലെയൊന്നും പറഞ്ഞില്ല. ദിവസേന ഈ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി 200 രൂപ മുടക്കിയിട്ട് പോയി വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനൊരു സങ്കടഹർജി പോലെയാണ്. ഇറ്റ് ഇസ് somewhat that much only. What is the history? A 53-year-old woman is presenting 2 weeks after a fall. ഹൈറ്റിൽ നിന്ന് താഴേക്ക് ചാടിയതുപോലെ വീണതാണ്. ആൻഡ് കമ്മ്യൂണിറ്റഡ് ആൻഡ് ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ കാൽക്കേനിയം. അത് സ്റ്റാൻഡേർഡ് ടൈപ്പ് 2B എന്നൊക്കെ പറയുന്നുണ്ട്. ഓർത്തോപെഡിഷ്യൻസ് can understand in a better way. So it was done with closed reduction, internal fixation, K-wire ഒക്കെ ചെയ്ത് within third day എന്നെ ഡിസ്ചാർജ് ചെയ്തതാണ്. But after that, this happened in March 2022. സെയിം സർജന്റെ അടുത്ത് 5 വിസിറ്റ് നടത്തിയിട്ടുണ്ട് till June 2022. അതിനുശേഷം the patient started doing doctor shopping. So the same thing continued. Somewhere somebody commented that it is due to too much tightening of the screw. പോരെ, മെനക്കെട്ടത് ചെയ്തു കൊടുത്ത് ഫ്രാക്ചർ ആയി 2 ആഴ്ച കഴിഞ്ഞ് കാൽക്കേനിയമാണ്. ഐ ഡോണ്ട് നോ വാട്ട് ആർ ദി ഔട്ട്കംസ്. രാജ്മോഹനൊക്കെ മനസ്സിലാകുന്നുണ്ടാവും. ആ സ്ക്രൂ കുറച്ചധികം ടൈറ്റ് ആയി പോയി, ചെയ്ത ആള് കുടുങ്ങി. അപ്പൊ അത് ദാറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് നോയിങ്ലി ഓർ അൺനോയിങ്ലി. ഇത് ഇത്തരത്തിലുള്ള ഒരു അവസരത്തിൽ ഇത് സ്വാഭാവികമാണ്. അതിന് പരമാവധി വേദന കുറച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് പറയുന്നതിന് പകരമാണ് അത് സംഭവിച്ചത്. സോ വാട്ട് കുഡ് ഹാവ് ബീൻ ഡൺ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ സബ്സിക്വന്റ് ഡോക്ടേഴ്സ് അത് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ there would not have been any problem. We'll do the level best to save the patient or to reduce the pain. അതല്ലേ ചെയ്യേണ്ടത്. So unknowingly it happens so. So in total, if we sum up, introspection, everything starting from the moment the patient comes in, നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു. വേറൊന്നുള്ളത് ഇപ്പോഴെല്ലാം സിസ്റ്റത്തിലായതുകൊണ്ട് HIS-ഉം ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സും നോട്ടം മുഴുവൻ ഇതിൻ്റെ അകത്താണ്. പേഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. സോ ദേ ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് എ ടോട്ടലി ഡിറ്റാച്ച്ഡ് ടൈപ്പ് ഓഫ് കൺസൾട്ടേഷൻ ഹാപ്പനിങ്. പണ്ടൊക്കെ ആണെങ്കിൽ തൊട്ട് തലവടി എന്താ മോനെ മോളെ എന്നൊക്കെ ചോദിച്ചു കുട്ടികളാണെങ്കിലേ ആ രീതിയിലാണ്. സോ ദാറ്റ്സ് ഗോൺ. അപ്പൊ അത് നമ്മൾ ബോധപൂർവം ഇതൊക്കെ ചെയ്യുമ്പോഴും, ബിക്കോസ് റെക്കോർഡിംഗ് ദാറ്റ് ഇസ് വെരി കൺവീനിയന്റ്, എനി നമ്പർ ഓഫ് ഓർ വാട്ട് എവർ ഇസ് ദ വോളിയം ഓഫ് റെക്കോർഡ്സ് ടു ബി കെപ്റ്റ്, ദാറ്റ് ക്യാൻ ബി കെപ്റ്റ് വെരി ഈസിലി ആൻഡ് റിട്രീവ്ഡ്. വേണ്ട രീതിയിൽ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ ആ സമയത്തുള്ള ഐ കോണ്ടാക്ട് നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇറ്റ് ഇസ് ഗെറ്റിംഗ് ലോസ്റ്റ്. സോ അത് മുതൽ ഈ പറഞ്ഞ 1-2 ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോഴൊക്കെ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ആലോചിക്കേണ്ടതാണ്. സോ അറിഞ്ഞോ അറിയാതെയോ, ഊണിലായാലും ഉറക്കിലായാലും, jousting or disparaging type comments should never happen for anything what has happened to the patient. And a total development of communication skill, that is something which is lacking in the current teaching methods. പഴയതുപോലെയുള്ള ആ ഒരു പരസ്പര ബന്ധം വിത്ത് ദി ടീച്ചേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 250 സീറ്റുകൾ വരെയുള്ള കോളേജുകൾ നിലവിലുണ്ട്. സോ ദാറ്റ് നീഡ്സ് എ ടോട്ടൽ റീതിങ്ക് ഓർ introspection as needed. So
ഇതെല്ലാം തന്നെ ആലോചിക്കാൻ ഇടയാക്കിയത് അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നുള്ള ആ സമ്പർക്കവും, വാട്ട് ഹി ഹാസ് ലെഫ്റ്റ് ബിഹൈൻഡ് ആൻഡ് വാട്ട് ഹി ഹാസ് we could have been doing all this time had he been with us. So I'll dedicate this evening to the fond memories of Dr. TKC, once again thanking IMA Kannur and the office bearers and all my senior colleagues for this chance. Thank you all. Yeah. Anybody want to speak or any comments? TKC സാറിനെ കൂടെ ഏതാണ്ട് 10 വർഷം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹം ജനറൽ മെഡിസിനിലും പീഡിയാട്രിക്സിലും ആയപ്പോഴാണ് വർക്ക് ചെയ്തത്. വളരെ സന്തോഷമുള്ള കുറേ നിമിഷങ്ങൾ, പ്രത്യേകിച്ച് അക്കാഡമിക്കലി എല്ലാ പ്രോഗ്രാമിലും TKC സാർ വരും. അദ്ദേഹത്തിൻ്റെ വക അവസാനം ഒരു കമൻറ്റും ഒക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ മനോജ് നാരായണൻ സാറ് സൂചിപ്പിച്ച വിഷയത്തിൽ നമ്മളൊരു പ്രോബ്ലം ഇന്നലെയും ഇന്നുമായി ഇന്ത്യൻ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ 2 അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് വളരെ പോസിറ്റീവാണ്, ഒന്ന് വളരെ നെഗറ്റീവാണ്. പോസിറ്റീവായ കാര്യം, വേൾഡിൽ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ഇന്ത്യൻ MBBS ലഭിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് US, കാനഡ, ഓസ്ട്രേലിയയിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ അവിടുത്തെ ലൈസൻസിങ് എക്സാം എഴുതുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. എനിക്കറിയാം, US 12 കൊല്ലം പരീക്ഷ എഴുതിയിട്ടും ജയിക്കാത്ത എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം വേറെ പണികൾ ചെയ്തു പോകണം. അപ്പോൾ അവർക്ക് ഒരു നല്ലത്. രണ്ടാമത്തത്, നീറ്റ് PGയുടെ പെർസെൻറ്റേജിൽ 0% ആക്കിയെന്ന് പറഞ്ഞാൽ -40 മാർക്ക് കിട്ടിയ ആളും എന്താകും, PGക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. -40 വരെ കിട്ടിയ ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അതിൻ്റെ ഒരു അപകടം, അതൊരു ബിസിനസ്സാണ്. ഇപ്പോൾ നമ്മളെ ബഹുമാന്യനായ IMAയുടെ എന്തോ ഒരു സുപ്രീം അതോറിറ്റി ആയിട്ട് നിൽക്കുന്ന കേതൻ ദേശായി അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം വേക്കൻ്റ് ആയ സീറ്റിലേക്ക് ഇപ്പോൾ ആളുകളെ കിട്ടാനില്ല. ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് കാശ് കൊടുക്കാനുമില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന 15 ലക്ഷം രൂപയാണ് പെർ ഇയർ ആണ് ഗവൺമെന്റ് നിശ്ചയിച്ച പൈസ തോന്നുന്നുണ്ട്. അത് കൊടുക്കാൻ ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് പറ്റുന്നില്ല. എന്നാൽ ക്വാളിഫൈ ചെയ്യാത്ത ആളുകളുടെ അടുത്ത് പൈസ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സീറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതിന് അപ്പുറം ആ പരീക്ഷ തന്നെ എടുത്തു പോയിക്കൂടെ എന്നാണ് നമ്മുടെ സ്റ്റാലിൻ ചോദിക്കുന്നത്. DMK ചോദിക്കുന്നത്, ആ പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ അവനവന്റെ സീറ്റ് അവനവർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുത്തൂടെ എന്നുള്ളത്. അപ്പൊ അത്രയും ഒരു ഭാഗത്ത് ഡിറ്റീറിയേഷൻ ചെയ്യുമ്പോൾ ഒരു G20 അടക്കമുള്ള വലിയ വലിയ കാര്യങ്ങളിൽ നടന്ന നേട്ടങ്ങളായിരിക്കാം അന്താരാഷ്ട്ര തലത്തിൽ. ഏത് അല്ല, അത് ആളില്ലാത്തതുകൊണ്ട് മാത്രമായിക്കോ, അത് അല്ലല്ല, ആളുണ്ട്. പക്ഷെ എന്താ അറിയോ, ആളുകൾ ഇപ്പൊ പരീക്ഷ പാസ്സാകുന്നില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ആളുകൾക്ക് താല്പര്യം. ഈ പട്ടിപ്പണി എന്നുള്ള PP എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇപ്പോൾ അവിടെ കൂടുതൽ. UK എന്നൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് കോൾ വരാറുണ്ട്. ഏതെങ്കിലും ഒരാളെ നമ്മൾ അയച്ചു കൊടുത്താൽ നമുക്ക് 8000 പൗണ്ട് തരുമ്പോൾ ഒരു MD എമർജൻസി മെഡിസിനോ എമർജൻസി മെഡിസിൻ ട്രെയിനിങ് കഴിഞ്ഞ ഒരാളെ ഞാൻ റെഫർ ചെയ്ത് കൊടുത്താൽ 8000 പൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കാമെന്ന് പറയുന്ന രൂപം വരെയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ സാർ ഉദ്ദേശിച്ച വിഷയത്തിലെ ഒരു ചെറിയൊരു അഡീഷൻസും കൂടിയാണ്. വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യം പറയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് TKC സാറിനെ ആത്മശാന്തി ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. I invite Mohammed Ali sir to present a memento to sir. Next is vote of thanks by the secretary. Dr. Unnikrishnan, please. ബഹുമാന്യനായ
പ്രസിഡന്റ്, സെക്രട്ടറി, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ അംഗങ്ങളെ, ആദ്യം തന്നെ TK ചന്ദ്രശേഖരൻ സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട അഭിവന്ദ്യനായ ഗുരുനാഥനാണ് അദ്ദേഹം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു പ്രഭാഷണത്തിന് എത്തിച്ചേർന്ന മനോജ് നാരായണൻ സാറിന്, അതുപോലെ തന്നെ വളരെ ഹൃദ്യവും കാലിക പ്രസക്തിയുമുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്ത് അതീവ ചാരുതയോടെ അവതരിപ്പിച്ച അദ്ദേഹത്തിന് കണ്ണൂർ IMAയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അദ്ദേഹത്തെ അനുഗമിച്ച ഈ പ്രഭാഷണം എന്ത് തന്നെയായാലും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഗമിച്ച രഞ്ജിനി മാഡത്തിന് ഞങ്ങളുടെ നന്ദി. അതുപോലെ PKCയുടെ ഓർമ്മകൾ വളരെ ഹൃദയസ്പർശിയായി അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന പൊതുവാൾ സാർ അനുസ്മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് നന്ദി. അതുപോലെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത 10 വർഷത്തെ ഓർമ്മകൾ അനുസ്മരിച്ച സുൽഫിക്കർ സാറിന് നന്ദി. ഈ പ്രഭാഷണത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അംഗങ്ങൾക്കും, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മുകുന്ദൻ സാർ, മറ്റെല്ലാ സീനിയർ മെമ്പേഴ്സ്, എല്ലാ അംഗങ്ങൾക്കും നന്ദി. Meeting is adjourned for dinner.